കവിതയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരവസരം കിട്ടിയത്. ഒരു രണ്ട് കവികൾ കവിതയിലെ പ്രതിരോധത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ ആവില്ല ഞാനും അൻവർ അലിയും തമ്മിലുള്ള സംഭാഷണം. ഞാൻ അൻവറിൻ്റെ കവിതയെ ബേസ് ചെയ്തിട്ട് കവിതയിലെ പ്രതിരോധത്തിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അൻവർ അലിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ, മുഖവുരയുടെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം അൻവർ. ഒന്നാം പതിപ്പ് ഇറങ്ങിയിട്ട് 19 കൊല്ലങ്ങൾക്ക് ശേഷം മഴക്കാലം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രണ്ടാം പതിപ്പ് 2018 പുറത്തിറങ്ങിയപ്പോൾ അൻവർ അലി എഴുതിയ ആമുഖക്കുറിപ്പിൽ ആർ നരേന്ദ്രപ്രസാദിനെ കോട്ട് ചെയ്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഇതാണ്: മരുതുംകുഴിയിലെ ഗീതച്ചേച്ചിയുടെ വീട്ടുവരാന്തയിലിരുന്ന് മുസ്തഫയുടെ കയ്യെഴുത്തു പ്രതി വായിച്ച ശേഷം പതിവ് നാടകീയതയൊന്നുമില്ലാതെ ശബ്ദം താഴ്ത്തി നരേന്ദ്രപ്രസാദ് സാറ് പറഞ്ഞു, മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ളവർക്ക് ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാൻ ഇനി അധിക കാലം സാധ്യമല്ലടാ എന്ന്. അൻവർ അലി എന്ന കവി മതവിശ്വാസിയോ ദൈവവിശ്വാസിയോ പോലുമല്ല എന്നാണ് എൻ്റെ ധാരണ. ഒരു കവിയുടെ സത്വം നടത്തുന്ന പ്രതിരോധത്തിനെ കവിയായ അൻവർ അലി സ്വയം വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്? നരേന്ദ്രപ്രസാദ് സാറ് അത് ആ സെൻറ്റൻസ് പറയുന്ന കാലത്ത് അല്ലെങ്കിൽ പറയുന്ന നിമിഷത്തിൽ എനിക്കത് മുഴുവൻ ദഹിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഒന്നാമത് സാറിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങളോടൊന്നും അന്നും എന്നും യോജിപ്പെന്നുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷെ സാറ് കവിതയ്ക്കകത്ത് കയറി കവിത വായിക്കുന്നതിൽ ഭയങ്കര ഷാർപ്നെസ്. ഒരുപക്ഷെ അക്കാലത്തെ നിരൂപകരിൽ കവിത ഇത്രയും കൃത്യതയോടുകൂടി ഇത്രയും ഈ കണിശമായി കവിതയ്ക്ക് അകത്ത് കയറി വായിക്കാൻ പറ്റുന്ന ആളുകൾ അപൂർവമായിരുന്നു. അപ്പം മാറ്റൂരിൻ്റെ സംക്രമണത്തെക്കുറിച്ചൊക്കെ ഉള്ള പഠനം അങ്ങനെയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ അത് ഗൗരവമായിട്ട് എടുക്കുകയും പിൽക്കാലത്ത് അതിൻ്റെ അർത്ഥം റെസൊണേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു നമ്മുടെ ചരിത്രത്തിൽ. അതേപോലെ തന്നെ ആ കവിത എഴുതുമ്പോഴും എനിക്കും അതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഈ പൊതുവെ പാട്ടിനോടൊക്കെ ഉള്ള ഒരിഷ്ടം, പാട്ടും കവിതയും തമ്മിലുള്ള ചില ബന്ധങ്ങൾ, ഈ പോപ്പ് ആർട്ടിൽ നിന്ന് കവിത എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളുടെ ഒരു അരാജകമായ പരിസരത്താണ് ആ കവിത ഉണ്ടായി വരുന്നത്. പക്ഷെ അത് ഉണ്ടായി ആ കവിത എഴുതി ഇങ്ങനെ കയറി വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഏതാണ്ട് പള്ളി പൊളിച്ച ബാബറി മസ്ജിദ് പൊളിച്ചതിന് തൊട്ട് ശേഷമാണ് കവിത എഴുതപ്പെടുന്നത്. അപ്പം അതിൻ്റെ അത്തരം സംഭവങ്ങൾ ഈ സൗത്ത് ഏഷ്യയിൽ നടക്കുന്ന ഒരുപാട് വിഭാഗീയതകളുടെ വിത്ത് അതിൽ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല അതിന് ഞാൻ ആ സമയത്താണ് ഈ സ്ത്രീകളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അന്നിസ എന്ന് പറയുന്ന ഖുറാനിലെ അധ്യായത്തിൻ്റെ അകത്ത് പലായനത്തെക്കുറിച്ചും വിഭാഗീയമായ മനുഷ്യർ ഓടിപ്പോകുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്ത് ഒരു ഉദ്ധരണി എനിക്ക് ഓർമ്മ വരികയും ആ ഉദ്ധരണി കവിതയുടെ അവസാന ഭാഗങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പ്രതിരോധാത്മകമായ സ്വത്വം ഡയറക്റ്റ്ലി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സാഹചര്യങ്ങൾ നമ്മൾ വളരെ ഇൻറ്റ്യൂറ്റീവായിട്ട് ആയിരിക്കും ചിലപ്പോൾ ഇത് എഴുതുന്നത്. പക്ഷേ എഴുതുന്ന സമയത്തും നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ പരിസരത്തുണ്ട്, നമ്മളത് അറിയുന്നില്ല. എഴുതിയതിന് ശേഷം വരുന്ന സാമൂഹിക ഘടകങ്ങൾ ആ കവിതയുടെ അർത്ഥത്തെ മാറ്റിയെന്ന് വരും. ഇങ്ങനെ പല പല സ്വാധീനങ്ങൾ, അതായത് ഫ്യൂച്ചറിസ്റ്റിക്കായ സ്വാധീനവും അബോധപൂർവമായ സമകാലിക സ്വാധീനവും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആ കവിതയെ മാറ്റി തീർക്കാം, നമ്മുടെ വിശകലനങ്ങളെ മാറ്റി തീർക്കാം. ചിലപ്പോൾ അത് വളരെ ദുഃഖകരമായിട്ടായിരിക്കും, വളരെ ദുരന്തപൂർണ്ണമായിട്ടായിരിക്കും മാറ്റി തീർക്കും. ഇപ്പം മഹമ്മൂദ് ദർവിഷ് ഈ ഓസ്ലോ കരാറിൻ്റെ സമയത്ത് പറയുന്നുണ്ട്, ഓസ്ലോ കരാറിന് ശേഷമാണ് ദർവിഷ് ഭയങ്കരമായിട്ട് PLO ആയിട്ടൊക്കെ അകലുന്നത്, എല്ലാവരുമായിട്ട് അകലുന്നുണ്ട്, വല്ലാതെ ഒറ്റപ്പെടുന്നൊരു ഘട്ടമാണ്. ഇത് ചതിയാണ്, ഓസ്ലോ കരാർ ചതിയാണ്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ നിഗമനം തെറ്റിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കവി വലിയ ക്രാന്തദർശിയായ മഹമ്മൂദ് ദർവിഷിന് അത് അറിയാമായിരുന്നു അത് സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ ചിലത് വളരെ ദുരന്തപൂർണ്ണമായ പ്രവചനങ്ങൾ കവിത സ്വയം വരുത്തും. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. എൻ്റെ വേറൊരു കവിതയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളതാണ്. ഈ അൻവറിൻ്റെ കവിത വായിക്കുമ്പോഴെല്ലാം ഈ മുഹമ്മദ് ദർവീഷിൻ്റെ ഒരു
കവിതകളും ചിന്തകളും ആ ലോകവും എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അതുകൊണ്ട് ദർവീഷിൻ്റെ പേര് പറഞ്ഞത് നന്നായി. ഇനി മലയാള കവിതാ ചരിത്രത്തിൽ പ്രതിരോധത്തിൻ്റെ കവിതകൾ ഒരു ശാഖ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം, ആ വരികൾ എടുക്കുക. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരിൽ പ്രതിരോധത്തിൻ്റെ കവി ഉണ്ടായിരുന്നു. ചെങ്ങമ്പുഴയിൽ അതില്ലേ. സീതയും ലീലയും നളിനിയും എഴുതിയ ആശാനിൽ പ്രതിരോധത്തിൻ്റെ കവിയില്ലേ. ഇടശ്ശേരിയിലും അയ്യപ്പ പണിക്കരിലും സച്ചിദാനന്ദനിലും KG ശങ്കരപ്പിള്ളയിലും ബാലചന്ദ്രനിലും അതില്ലേ. മലയാള കവിതയിലെ പ്രതിരോധ അംശത്തെ അൻവർ അലി ചരിത്രപരമായിട്ട് കാണുന്നത് എങ്ങനെയാണ്? സച്ചിദാനന്ദൻ മാഷി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. സച്ചിദാനന്ദൻ മാഷ് എന്നെക്കാൾ കുറച്ചുകൂടെ അക്കാഡമിക്കായിട്ട് അതിന് മറുപടിയും പറയുമായിരുന്നു. പക്ഷെ ഞാനും ഒരു ക്രിയേറ്റീവ് റൈറ്ററുടേതായ ഒരു പെർസ്പെക്റ്റീവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഈ ഭക്തി പ്രസ്ഥാനം ഒരർത്ഥത്തിൽ പ്രതിരോധ സാഹിത്യമായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം. അത് ഞാൻ സച്ചിദാനന്ദൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ ക്രോണോളജിക്കലും ഇതിനും പറഞ്ഞാൽ. ഇപ്പം അതിൽ തന്നെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ലോവർ കാസ്റ്റ് എന്നുള്ള പ്രതിരോധം എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും ശക്തമായ പ്രതിരോധം. അത് 12 ഈ പറഞ്ഞ സോക്കോൾഡ് നമ്മുടെ ഭക്തി മൂവ്മെൻറ്റിൻ്റെ പ്രതിരോധം, അതായത് കബീർ, പിന്നെ ആ ഒരു ഹിന്ദുസ്ഥാനിയിൽ നിന്നും മറ്റ് സൂഫി ട്രഡീഷൻസിലും നമ്മുടെ എഴുത്തച്ഛൻ്റെ ഇതിലും ഒക്കെ വരുന്ന തരം പാരമ്പര്യങ്ങൾക്ക് മുമ്പ് തന്നെ 12ാം നൂറ്റാണ്ടിൽ തന്നെ കന്നഡത്തിൽ ആണ് ഏറ്റവും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വളരെ അപൂർവമായി നമ്മൾ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ആശയങ്ങൾ രൂപം കൊള്ളുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഒരേ സമയം സാമൂഹികമായ തുല്യതയ്ക്കും അതേസമയം ജാതീയമായ അടരുകളെ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബസവണ്ണയുടെ നേതൃത്വത്തിൽ വരുന്ന വചന കവിതയുടെ പ്രസ്ഥാനമുണ്ട്. ഇപ്പം ചെരുപ്പ് കുത്തിയും വള്ളക്കാരനും വിവിധ തൊഴിൽ ചെയ്യുന്ന ആളുകളെല്ലാം കവിത എഴുതി ഞാൻ പൊലയനാണെന്ന്, ഞാൻ പാടത്ത് പണിയെടുക്കുന്ന ദളിതനാണ്, ദളിതെന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നതെങ്കിലും അങ്ങനെ ബസവണ്ണ തന്നെ അങ്ങനെ വചനം. അപ്പോൾ ആ ഒരു കാലം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശൈവിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ അകത്തും നമ്മുടെ സൂഫി പാരമ്പര്യത്തിൻ്റെ അകത്തും അത് രണ്ടും അതായി തന്നെ പ്രതിരോധമാണ് ശരിക്കും. കാര്യം ഇന്ത്യയിലെ ജാതീയമായ ഫ്യൂഡൽ ഘടനയുടെ ചരിത്രത്തോടുള്ള എല്ലാ കാലത്തുള്ള ഇടർച്ച ഈ രണ്ട് പാരമ്പര്യങ്ങളിലുമുണ്ട്. അതിൽ ദൈവം ഒരു ദൈവമാണ്. മഹാത്മാഗാന്ധിക്ക് മുമ്പ് ദൈവമാണ് പ്രതിരോധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വം ഏറ്റെടുത്തിരുന്നത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മളിപ്പോഴും ഭക്തി എന്ന് പറഞ്ഞ സാധനത്തെ പ്രതിരോധമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മോഡേൺ സെക്യുലറിസ്റ്റുകൾ ഇതിനെ മാറ്റിക്കളഞ്ഞു. പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകൾക്ക്, ഞാൻ മാർക്സിസ്റ്റുകളെ കുറ്റം പറയാനൊന്നും വിചാരിക്കേണ്ട, മാർക്സിസ്റ്റുകൾക്ക് അങ്ങനെ പറ്റുള്ളായിരുന്നു. ഇത് വളരെ ഭൗതികവാദപരമാണ്. നിങ്ങളുടെ നാരായണഗുരു ഡിസ്കഷൻ്റെ അകത്തും ഉള്ളൊരു പ്രശ്നം പറഞ്ഞാൽ നാരായണഗുരുവിലെ ഭൗതികമായ നവോത്ഥാന മൂല്യങ്ങളെ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി പൊതുവെ നമ്മുടെ ലെഫ്റ്റ് സെക്യുലറിസ്റ്റുകൾക്കിടയിലുണ്ട്. അത് ശരിയല്ല. ഈ ദൈവസങ്കല്പത്തിന് വലിയ റെവല്യൂഷണറി ആയ ഒരു വശമുണ്ട്. നിങ്ങൾ വ്യക്തിപരമായ ദൈവവിശ്വാസിയാണോ സന്ദേഹിയാണോ അവിശ്വാസിയാണോ, അപ്പോൾ അതൊക്കെ വേറെ വിഷയമാണ് കേട്ടോ. മറിച്ച് ഈ പ്രത്യേകിച്ച് അതിന് സാഹിത്യം, കവിതയും ചിത്രകലയും ഗ്രഫീറ്റിയും പോലെയൊക്കെയുള്ള മ്യൂസിക്കൊക്കെ പോലത്തെ ഗണങ്ങൾ വളരെ പ്രധാനമാണ്. അതിലൊക്കെ നിങ്ങൾക്ക് ഈ ദൈവമായിട്ട് അതായത് തിയോളജിക്കലും സ്പിരിച്വലുമായ സാധനങ്ങൾ വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കോണ്ടക്സ്റ്റിൽ കേരളത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇനി വീണ്ടെടുക്കേണ്ട എഴുത്തച്ഛനെ അല്ല, എഴുത്തച്ഛനെ ഇപ്പോൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റവരാ, രാമായണ മാസവും മഹാഭാരത മാസവും ഒക്കെ നമ്മൾ വീണ്ടെടുക്കേണ്ട കുഞ്ചൻ നമ്പ്യാരെയാണ്. കാര്യം അത് ദൈവത്തിൻ്റെ പേരിലുള്ള വിഭക്തി പ്രസ്ഥാനവും കൂടെയാണത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ വലിയ ഭക്തനായിരുന്നു. ഗണപതിയൊക്കെ സ്തുതിക്കാതെ ഒരു സ്ഥലത്തും പ്രധാനപ്പെട്ട എല്ലാ ദൈവങ്ങളെയും ആ ഹൈറാർക്കി തന്നെ സ്തുതിച്ച് തന്നെയാണ് കക്ഷി എഴുതിയിട്ടുള്ളത്. പക്ഷേ കുഞ്ചൻ നമ്പ്യാർ എഴുതി വരുമ്പം മിത്തോളജിക്കകത്തേക്ക് സമകാലികത കയറും, ഭക്തിയിലേക്ക് വിഭക്തി കയറും, തെറിയുടെ വക്കിലെത്തും. വലിയ നമ്മളിപ്പോൾ സന്യാസിമാരെ കാണുന്നത് ഒരു വിചിത്രമായ രൂപമായിട്ടാണല്ലോ ഇപ്പം തുണിയില്ലാത്ത സന്യാസിമാർ വരെ കാണുന്നത്. നിർത്താൻ ഞാൻ. അപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാരത് എഴുതിയിട്ടുണ്ട് ഊണ് കഴിക്കാൻ വന്നിരിക്കുന്ന ഗോസായിമാരെ കുറിച്ച്. പച്ച തെറി പറയുന്ന ഹിന്ദുസ്ഥാനിൽ തെറി പറയുന്ന ഗോസായിമാർ, നിങ്ങൾക്ക് ആ ഭാഷയൊക്കെ അറിയാമെന്ന് പറയാം. അത് ഞാൻ ഹിന്ദിയിലെ മംഗലേഷ് ദബ്രാൽജിയെ പോലത്തെ കവികളെ വായിച്ച് കേൾപ്പിച്ച് അവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഹിന്ദി വിദഗ്ധനായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. അയാളുടെ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി പോലും പ്രോപ്പറായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല, ഇന്ന കാലത്ത് ജീവിച്ചു എന്നുള്ളതല്ല. അപ്പോൾ കുഞ്ഞൻ നമ്പ്യാരിലൊക്കെ ഉള്ള ആ റിബൽ എന്ന് പറഞ്ഞ സംഗതി
ഒരുപക്ഷെ നമ്മൾ ആട്ടക്കഥ കൊണ്ടോ സ്തുതിഗീതങ്ങൾ കൊണ്ടോ മറച്ചു വെക്കാൻ പറ്റാത്ത വിധത്തിൽ കാലത്ത് അതിജീവിച്ച് വന്നെടുത്താണ് VKN ഉണ്ടായിരിക്കുന്നത് ഞാൻ പറയും. കുഞ്ചൻ നമ്പ്യാരിൽ നിന്നാണ് VKN ഉണ്ടാകുന്നത് വാസ്തവത്തിൽ. അപ്പോൾ മലയാള കവിതയുടെ പ്രതിരോധ പാരമ്പര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാള കവിതയുടെ മാത്രമല്ല, മലയാളം ഗദ്യത്തിൻ്റെയും പ്രതിരോധ പാരമ്പര്യത്തിൻ്റെ വലിയൊരു സ്ഥലം കിടക്കുന്നത് VKNൽ കുഞ്ചൻ നമ്പ്യാരില്ലെങ്കിൽ VKN ഇപ്പം കാണുന്ന VKNൻ്റെ 4-1 ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വിജയ് വുഡ് ഹൗസ് പോലത്തെ ഒരു റൈറ്ററായിട്ട് നമുക്ക് അങ്ങനെയല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു എഴുത്തുകാരനാണ് പിന്നെ VKNൽ ഭയങ്കരമായിട്ട് കവിതയുണ്ട്. VKN കവികളുടെ ആളായിരുന്നു. VKN കവികളോട് വലിയ ആരാധനയായിരുന്നു. വൈലോപ്പിള്ളി മരിച്ചപ്പോൾ ഉള്ള VKNൻ്റെ കരച്ചിലിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പം അത് ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാരും VKN തമ്മിലുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൻ്റെ പ്രതിരോധ പാരമ്പര്യത്തെ കാണാം. കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ സത്യാനന്ദം വരുന്നുള്ള അർത്ഥത്തിൽ പറയുകയല്ല, സമകാലിക കവിതയിൽ സെക്യുലറിസം, ഈ മോഡേൺ സെക്യുലറിസം നമ്മളെ പലപ്പോഴും അത് മോശമാണെന്നല്ല, അത് വളരെ പെരിഫറലായ പ്രതിരോധ സാഹിത്യം എന്ന് പറയുന്ന ഒരു സാധനത്തെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് ശരിയല്ല. അത് അങ്ങനെ നേരിട്ടല്ല പ്രതിരോധം വരുന്നത്. പ്രതിരോധം കവിതയിൽ സംഭവിക്കുന്നത് ഒരു പ്രത്യേകതരം ഭ്രാന്തിൽ തന്നെ, നൈതികത ഒരു ഭ്രാന്തിൻ്റെ ഭാഗമായി സംഭവിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. ആ ഇൻഡ്യൂറ്റീവ്നെസ്സിന് ഈ കവികളെ വിടലും കൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഇപ്പം പിന്നെ VC ബാലകൃഷ്ണൻ പണിക്കർ ആരായിരുന്നു? VC ബാലകൃഷ്ണൻ പണിക്കരുടെ ശ്ലോകങ്ങളെ കുമാരനാശാൻ്റെ ശ്ലോകങ്ങൾ വെല്ലും. പിന്നെ ഒരു വിലാപത്തിലൊക്കെ ശ്ലോകങ്ങൾ കുമാരനാശാൻ്റെ അതേ എലഗൻസാണ്, പ്രബോധനത്തിൽ അതേ VC ബാലകൃഷ്ണൻ പണിക്കർക്ക് ഭ്രാന്തായിരുന്നു, ഭ്രാന്തായിരുന്നു പറയുന്നത്. ഇപ്പം വിജയമാഷ് പറയുന്നത് VC ബാലകൃഷ്ണൻ പണിക്കർ ഏതെങ്കിലും വീട്ടിൻ്റെ നടയിൽ ചെന്ന് ഉമിക്കരി ചോദിക്കും രാവിലെ, പല്ല് തേച്ചില്ലെങ്കിലായി, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകും, എന്നിട്ട് 28-30 വയസ്സോടെ മരിക്കുകയും ചെയ്തു. എന്തൊരു പവർഫുള്ളായിട്ട് പാശ്ചാത്യ സാഹിത്യത്തെ പൗരസ്ത്യമായ സ്ട്രക്ചറിലേക്ക് മാറ്റി. അത് പ്രതിരോധമാണ് വാസ്തവത്തിൽ. പൗരസ്ത്യ ആശയങ്ങളിൽ നിന്ന് ഗംഭീരമായ ഞാൻ പറഞ്ഞ, അതുകൊണ്ട് കവിതയുടെ ഫോമും കവിതയുടെ ഭ്രാന്തും എല്ലാം പ്രതിരോധത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയും. ഈ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ജീവചരിത്രം ഒരു ചെറിയ നോവലായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഘോഷം എന്നുള്ള പേരിൽ മലയാളത്തിൽ. ഞാൻ അടുത്ത കാലത്ത് വായിച്ചതാണ്. നല്ല ഒരു നെറേറ്റീവ്. ഞാൻ നമ്പ്യാരെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. നമ്പ്യാരുടെ നിങ്ങൾ മലയാള കവിതയിൽ താല്പര്യമുള്ളൊരു നമ്പ്യാരുടെ തുള്ളലിതര കൃതികളുണ്ട്. അത് പ്രോപ്പറായിട്ട് കമ്പൈൽ ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. അക്കാഡമിയൊക്കെ ചെയ്യേണ്ട ഒരു പണിയാണ്. 14 വൃത്തം എന്നൊക്കെ പറഞ്ഞത് എന്ത് മനോഹരമായ കവിത എന്നറിയോ അത്? 14 സ്ട്രക്ചറിലുണ്ടാക്കിയ 14 അധ്യായങ്ങളാണ്. മഹാഭാരതത്തിൽ ഈ ചൂതിന് മുമ്പുള്ള വിചാരണ വേള ഈ ശ്രീകൃഷ്ണൻ വന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എത്ര തന്നാൽ മതിയാവും എന്നൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാണ് യുദ്ധം ഒഴിവാക്കാനായിട്ട്. ആ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ നെഗോസിയേഷൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ യുണൈറ്റഡ് നേഷൻ്റെ ചീറ്റിംഗ് റോളാണ് അതിൻ്റെ അകത്ത്. അത് ഗംഭീരമായിട്ട് ആ തുള്ളലിലുള്ളതിനേക്കാൾ ഹ്യൂമറസ് ആയിട്ട് സറ്ററിക്കലായിട്ടുമാണ് നമ്പ്യാരത് എഴുതുന്നത്. ആ കൃതി ഒന്നും ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിക്കാറ് പോലുമില്ല. കണ്ടിന്യൂ ഒന്ന് സൂചിപ്പിച്ചു അൻവർ, പ്രമേയപരമായ പ്രതിരോധം മാത്രമല്ല രൂപപരമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ രൂപപരമായും മറ്റും അയ്യപ്പ പണിക്കർ സാറും ആറ്റൂരും മറ്റും നടത്തിയ പ്രതിരോധത്തിൻ്റെ വഴികളിലല്ലേ ആ രൂപപരമായ ഒരു പ്രതിരോധ മാർഗത്തിൻ്റെ പട്ടികയിലാണ് ഞാൻ വ്യക്തിപരമായിട്ട് അൻവർ അലിയെ നിർത്തിയിരിക്കുന്നത്. അയ്യപ്പ പണിക്കർ സാറിൽ കുഞ്ചൻ നമ്പ്യാരുടെ രീതികൾ വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ളത് ആനുഷംഗികമായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അയ്യപ്പ പണിക്കർ സാറും ആറ്റൂരും മറ്റും രൂപപരമായി നടത്തിയ പ്രതിരോധത്തിൻ്റെ വഴികളിൽ ആണ് അൻവറിനെ ഞാൻ പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? ഒന്നാമത് അവരെല്ലാം നായന്മാരും ഹിന്ദുക്കളുമാണ്. അത് തന്നെ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ വളരെ ഉപരിപ്ലവമായിട്ട് ഞാൻ ജാതി പറയുന്ന മതം പറയുന്ന ആളിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവരോട് ഇരിക്കണമെന്ന് പോലുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിരോധവുമില്ല പ്രത്യേകിച്ചും. ഇത് അല്ല, ഞാനത് പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും പറഞ്ഞാണ്. മറിച്ച് ഈ ഞാൻ നേരത്തെ നമ്പ്യാരിന്ന് വീക്കെൻഡിലേക്കുള്ള പാലത്തെക്കുറിച്ച് പറഞ്ഞ് പണിക്കരെക്കുറിച്ച് പറയാത്തതല്ല, ഫിക്ഷനെ പോലും സ്വാധീനിച്ചെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. തീർച്ചയായിട്ടും പയ്യോ പണിക്കരിലും ഒക്കെ അത് ഭാഷയിലോ രൂപത്തിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ്, വീക്ഷണത്തിലാണ് ഉള്ളത്.
രാമൻ വാണാലും രാമൻ വാണാലും എന്ന് കാണുവാൻ പണിക്കർ സാർ പാടുന്നത്. പണിക്കർ സാർ ചൊല്ലുന്ന നമ്മളെ മുമ്പിൽ നിന്ന് ചൊല്ലുന്ന പോലെ തോന്നിക്കും. സാറിൻ്റെ ഒരു വളരെ ഈ മ്യൂസിക്കൽ അല്ലാത്തൊരു മ്യൂസിക്കുണ്ട്, വളരെ ഒരു സംഗീതാഭാസമുണ്ട് സാറിൻ്റെ ചൊല്ലലിൽ. അതൊക്കെ അതുപോലെ ഏറ്റവും മോശമായിട്ട് കവിതയിൽ ആളുകളുള്ള ഒരാളാണ് പിന്നെ ആറ്റിൽ മാഷും. അതൊക്കെ ഒരുതരം റിവോൾട്ടാണ് വാസ്തവത്തിൽ. ഈ ചൊല്ലല്ല ആ സംഗതി പോലെ ഒരുതരം റിവോൾട്ടാണ്. അങ്ങനെ ആ നിലയ്ക്ക് ഫോമിൽ ഒരു അവരുടെ ഫോമിനും ഒരു റിവോൾട്ട് ഉണ്ടെന്ന് പറയാം. പക്ഷേ എങ്കിലും പെർസ്പെക്റ്റീവാണ് അവരുടെ പ്രധാനപ്പെട്ട റിവോൾട്ട്. ഈ പെർസ്പെക്റ്റീവാണ് നമ്മളെ വാസ്തവത്തിൽ നമ്മളെ അലട്ടുന്നൊരു പ്രശ്നം. അതാണ് ഞാൻ പറയാൻ വന്നൊരു കാര്യം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സ്ഥലത്തും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് വാസ്തവത്തിൽ കവിത അത്ര വലിയ പ്രതിരോധവും വലിയ രാഷ്ട്രീയ പ്രശ്നം ഏറ്റെടുക്കുന്ന ഒരു വലിയ സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. മാത്രം അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. കവിത വാസ്തവത്തിൽ ഇത് ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ അപകടകരമാണ്. കാരണം കവിത വളരെ കുറച്ച് പേർക്കുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. കവിത വളരെ കുറച്ച് പേര് അവരവരുടെ കാലത്ത് കവികളുടെ ജീവിതം അവരുടെ മരണശേഷമാണ് വാസ്തവത്തിൽ. അവർ വേറെ ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടാണ് കവിത എഴുതപ്പെടുന്നത്. അത് നമ്മൾ എത്ര അംബീഷ്യസ് ആയിട്ട്, നമ്മളുടെ അംബീഷ്യസ് ആയിട്ട് വലിയ ഇഷ്ടമായിട്ട് അത് പോപ്പുലാരിറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അതല്ല കവിതയുടെ റോളെന്ന് പറയുന്നത്. അത് ആറ്റൽ മാഷിനൊക്കെ നന്നായി അറിയായിരുന്നു, പണിക്കർ സാറിന് നന്നായിട്ട് അറിയായിരുന്നു. പണിക്കർ സാറിന് ആ പോപ്പുലിസ്റ്റ് അവാർഡുകൾ കൊടുത്ത അവസരം ഇപ്പം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാണ് മറ്റേ വയലാർ അവാർഡൊക്കെ കൊടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ്. പക്ഷേ ഈ നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമ്മൾ വളരെ പോപ്പുലിസ്റ്റോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കോ ആയ തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരാറുണ്ട്. ഞാൻ വെറും ഭാഷയുടെ ലിംഗ്വിസ്റ്റിക്കാണ് കവിതയുടെ റോളെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാര്യം ഭാഷയ്ക്കകത്ത് നമ്മളിങ്ങനെ ഇരുന്ന് പണിയലാണ് കവിത. ഭാഷയുടെ സൂക്ഷ്മമായ ഒരു പ്രത്യേക സ്ഥലമാണ്. ഒരു ഭാഷയ്ക്കകത്തുള്ള ഒരു ഖബറാണത്. ഒരു ഗുഹയാണ്. എലി മാളം ഭാഷയ്ക്ക് അകത്തൊരു ഗുഹയുടെ പുറത്ത്, ഭാഷയുടെ പുറത്ത് ജീവിക്കുന്നവർക്ക് അത് കാണാൻ പറ്റണമെന്നില്ല. ഈ ട്രെഞ്ചുകൾക്കകത്ത് ജീവിക്കുന്ന പോലെ ഭാഷയ്ക്കകത്ത് ജീവിക്കണം കവികൾ. അപ്പം അത് ഇപ്പോഴത്തെ യുവകവികളോടൊക്കെ അത് പ്രധാനമായിട്ട് പറയേണ്ട ഒരു വിഷയം കൂടെയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു കവിയെ ഇന്ത്യയിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്ന വലതുപക്ഷവൽക്കരണം നമ്മളെ പിടിച്ച് പുറത്തിട്ട് നമ്മളെ കുടയുകയാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ ഈ പെർസ്പെക്റ്റീവിൻ്റെ രാഷ്ട്രീയവും പ്രതിരോധവും ഒക്കെ നമ്മളിലേക്ക് വരികയാണ്. എനിക്കിത് ഇഷ്ടമല്ല. എൻ്റെ തന്നെ കവിതകളിൽ തുടർച്ചയായിട്ട് ഇപ്പം സൊറാബ്ദീൻ കോലമാല എന്നൊരു കവിതയുണ്ട്. ഞാൻ ഉറച്ച് പാടുന്നതാണ്. എന്നെ പലരും കളിയാക്കുന്ന സുഹൃത്തുക്കളൊക്കെ നീടന്ന് അലർന്നു എന്നാണ് പറയുന്നത്. എനിക്ക് തന്നെ സ്വയം തോന്നുന്നു ഇതൊരു അലർച്ചയാതെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിൽ ഇത്രയും യാഥാസ്ഥിതികമായ ഒരു ലിംഗ്വിസ്റ്റിക് പോയറ്റായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്നെ തന്നെ ഈ മാളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഉപദ്രവിക്കുന്ന ഒരു ലോകത്ത് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് വളരെ പ്രത്യക്ഷത്തിലുള്ള എതിർപ്പായിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ദളിത് പോയിട്രി, നാംദേവ് ദശാൽ വളരെ ക്ലാസിക്കലായ മറാഠിയിലെ തെറികൾ കൊണ്ട് കവിത എഴുതുന്നതെന്നും എന്തുകൊണ്ട് കള്ളന്മാരുടെ ട്രൈബിൽ നിന്ന് മക്കർമാശി പോലത്തെ ഒരു വർക്ക് ഉണ്ടാകുന്നു, അതിൻ്റെ സ്പിരിറ്റ് എനിക്ക് മനസ്സിലാവുന്നത് മുസ്ലിം സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും കൂടെയാണ്. അതിൻ്റെ ഇന്ത്യൻ സാഹചര്യമാണ്. ഇത് ഞാനൊരു വ്യക്തിപരമായി പറയുന്നതായിട്ട് വിചാരിക്കേണ്ട, ഇതാണ് സാഹചര്യം എന്നാണ് പറയാൻ. ഇതാണ് പ്രതിരോധത്തിൻ്റെ ഒരു വലിയ ഡൈലമ. ഇപ്പോഴും എനിക്ക് ഈ നേരിട്ടുള്ള പ്രതിരോധങ്ങളോട് ഇപ്പോഴും സംശയമാണ്. ഞാൻ എഴുതുമ്പോൾ പോലും ഇത് വെട്ടിക്കളയാൻ തോന്നാറുണ്ട്. എന്തിനാ ഞാൻ എഴുതുന്ന തോന്നാറുണ്ട്. കാര്യം കവിതയുടെ റോൾ അതല്ലല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ എന്നിട്ടും എന്നെക്കൊണ്ട് ഈ ലോകം, എനിക്ക് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്നെക്കൊണ്ട് ഇപ്പോൾ പല കവിതകൾ എഴുതിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ അവസാനം സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് എഴുതിയ കവിത ചൊല്ലാം. പി കെ രാജശേഖരൻ ഒരു ആസ്വാദനത്തിൽ അൻവറിൻ്റെ കവിതകളെക്കുറിച്ചുള്ള ഒരു ആസ്വാദനത്തിൽ അൻവർ അലിയുടെ രചനകളെ ഉത്തരാധുനിക കാവ്യ സംസ്കാരത്തിൻ്റെ തുടക്കമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മലയാളത്തിൽ ഉത്തരാധുനികത ആധുനികതയോട് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലെ പ്രതിരോധാംശം? കുറച്ച് അക്കാഡമിക്കായ ചോദ്യമാണ്. എനിക്കതിനെക്കുറിച്ച് രാജശേഖരൻ എഴുതുന്ന കാലത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞു പറഞ്ഞാൽ ഞാനത് രാജശേഖരൻ എഴുതിയ വാക്യത്തിൻ്റെ അർത്ഥം എന്തെന്ന് ഇപ്പോഴും എനിക്ക് മുഴുവനായിട്ട് പിടി കിട്ടിയിട്ടില്ല. പക്ഷെ രാജശേഖരൻ നല്ലപോലെ വായിക്കുന്ന ആളായതുകൊണ്ട് അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് എഴുതിയതായിരിക്കും. അയ്യപ്പ പണിക്കരാണ് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആധുനികോത്തരത എന്ന ലേഖനം എഴുതിയിട്ടുണ്ട്. അന്നാണ് ഞാൻ ഈ സങ്കല്പത്തെക്കുറിച്ച് കേൾക്കുന്നതും പിന്നീട് എൻ്റെ കോളേജ് ഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് എംഫിലിനൊക്കെ പഠിക്കുമ്പം സോഷ്യോറിയൽ ലിംഗ്വിസ്റ്റിക്സും പോസ്റ്റ് സ്ട്രക്ചർസും ഒക്കെ പരിചയപ്പെടുന്ന കാലത്താണ് ഇത് മനസ്സിലാക്കുന്നത്.
പക്ഷേ ഈ ആധുനികതയും ഉത്തരാധുനികതയും തമ്മിലുള്ള ഒരു ആധുനികതയിൽ നിന്ന് വഴിമാറി നടക്കുന്ന ഒരു പാരഡിം ഷിഫ്റ്റായിട്ട് ഉത്തരാധുനികത കാണാൻ തുടങ്ങേണ്ടത് എൻ്റെ അറിവിൽ ഈ അതുവരെ സപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള ചെറിയ നരേറ്റീവുകൾ, ഉദാഹരണത്തിന് സ്ത്രീകളുടെ ആവിഷ്കാരം, പെണ്ണെഴുത്തെന്നുള്ള വാക്കുണ്ടാവുന്നത് ഒരു ഉത്തരാധുനികതയുടെ ഭാഗമായിട്ടാണെന്ന് ഞാൻ കരുതുന്നു. ആ വാക്ക് ഫ്രഞ്ച് ഫെമിനിസ്റ്റ് എന്നൊക്കെ വന്നതാണെങ്കിലും കേരളത്തിൽ അത് സാറാ ജോസഫിൻ്റെ കഥകൾ വെച്ചിട്ട് പിന്നെ സച്ചിദാനന്ദൻ്റെ ആർട്ടിക്കിളാണ് അത് വരുന്നത്. അതുപോലെ തന്നെ എത്രയോ മുമ്പ് തന്നെ ദളിതുകളുടെ വലിയ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറാഠിയിലും കർണാടകത്തിലെ ബന്ധായ മൂവ്മെൻറ്റിലും അതൊന്നും കേരളത്തിൽ ഉണ്ടായില്ല. കേരളത്തിൽ അത് ഉണ്ടാകുന്ന 90 വലിയ നമ്മളെല്ലാത്തിലും ഏറ്റവും പുതിയതിൻ്റെ ആളാണെന്ന് പറയുമെങ്കിലും ദളിത് എന്നുള്ള പദം പോലും വ്യാപകം. ഇപ്പം VP ശിവകുമാറൊക്കെ വാസ്തവത്തിൽ 80 ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്തിരുന്ന ലേഖനങ്ങളിൽ പോലും ദളിത് എന്നുള്ള വാക്കിന് പകരം ഹരിജൻ എന്ന് ഉപയോഗിക്കുമായിരുന്നു. ഗാന്ധി മാത്രമല്ല ഹരിജൻ എന്ന് ഉപയോഗിച്ചത്, ഏറ്റവും പുതിയ ഞങ്ങളുടെ ആധുനികരായ അധ്യാപകരെ ഹരിജൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷെ ഏതാനും കൊല്ലങ്ങൾ കൊണ്ട് ദളിത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള ശേഷി നേടുന്നുണ്ട്. ആ ശേഷി നേടലാണ് ഈ പാരഡിം ഷിഫ്റ്റ്. അപ്പം ഈ ഓരങ്ങളിലെ ആവിഷ്കാരങ്ങൾ സാഹിത്യത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് കവിതയിലും അതുപോലെ തന്നെ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നത് ജോസഫ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, S. ജോസഫ് ഇപ്പം ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന കാര്യങ്ങളൊക്കെ വേറെ വിഷയമാണ്, എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. പക്ഷേ ജോസഫ് ആണ് മലയാള കവിതയിലെ ഈ വലിയ ഷിഫ്റ്റിനെ റെപ്രസെൻ്റ്, വളരെ എസ്തറ്റിക്കലായ ഒരു ക്വസ്റ്റ്യൻ, ഇതുവരെ ഉപയോഗിക്കാത്ത ജീവിതാനുഭവങ്ങളുടെ വാക്യങ്ങൾ, ഇപ്പം പ്രദേശങ്ങൾ, പിന്നെ ദൃശ്യങ്ങൾ, ഇതൊക്കെ വരികയും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ എഴുത്തച്ഛൻ പാരമ്പര്യത്തിൽ നിന്ന് മലയാള കവിതയെ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഊതിയം കളയുന്ന പോലെ വളരെ ഒരു മിനിമലിസ്റ്റ് കവിത കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ശ്രമം നടക്കുന്നത്. അതാണ് ആധുനികതയിൽ. ഒരുപക്ഷെ മോഡേണിസത്തിൻ്റെ കാലത്ത് കക്കാട് പട്ടിപ്പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും സച്ചിദാനന്ദൻ്റെ കവിതയുണ്ട്. അതിനൊന്നും തന്നെ അതെല്ലാം ഒരു മെൻറ്റർഷിപ്പ് പോലെയാണ്. അത് പുതിയ ഈ അധകൃതരെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അധകൃതർക്ക് വേണ്ടി, ഇപ്പോൾ KPG നമ്പൂതിരി പൊലയർക്ക് വേണ്ടി ഒരു നാണിയമ്മയെ സോവിയറ്റ് യൂണിയൻ കവിത എഴുതുന്ന പോലെ തന്നെയാണ് മോഡേണിസ്റ്റുകൾ പിന്നെ സബാൾട്ടണായ വിഷയങ്ങൾ നാടൻപാട്ട കൈകാര്യം, ഗോവിന്ദൻ കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ വരുന്നത്. പക്ഷെ മറിച്ച് അത്തരം കമ്മ്യൂണിറ്റികളിൽ നിന്ന്, അത്തരം സ്ത്രീകളിൽ നിന്ന്, ദളിതരിൽ നിന്ന്, മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ നിന്നൊക്കെ കവിത ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഷിഫ്റ്റാണ് ഈ ഡീവിയേഷൻ. അതിൻ്റെ കണ്ടൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഒരുപാട്, പക്ഷേ ആ ഡീവിയേഷൻ ഉണ്ട്. ഇപ്പം തന്നെ പുതിയ മലയാള കവിതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ മണിശങ്കരയ്യർ പറഞ്ഞു, ഇവിടെ ഫ്രണ്ടിൽ ഇരുന്ന തട്ടവിട്ട മുസ്ലിം പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞു. മലയാള കവിതയുടെ ഒരു സദസ്സിൽ അദ്ദേഹത്തെ കൊണ്ടിരുത്തിയാൽ മലയാള കവിതയിൽ പുതിയ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കവികളിൽ വലിയൊരു പങ്ക് പേര് മുസ്ലിം പെൺകുട്ടികളാണ് ഇപ്പോഴേ. അതുപോലെ ഈ തിയോളജി പഠിപ്പിക്കുന്ന പല ഇസ്ലാമിക സ്ഥാപനങ്ങളിലും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ സംസാരിക്കുന്ന മുഴുവൻ പാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആനന്ദിൻ്റെ കൃതികളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പ്രതിരോധത്തെക്കുറിച്ച് അവരുടെ സുന്നികളുടെ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചത് പിന്നെ സച്ചിദാനന്ദൻ്റെ കവിതകളുടെ പ്രതിരോധത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. അപ്പോൾ ഞാൻ സുന്നികളുടെ മീറ്റിങ്ങിന് എന്തിനാണ് ഇത് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചില്ല, പക്ഷേ ചോദിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ ഷിഫ്റ്റ് മോഡേണിസം നമ്മളിപ്പോഴും ഭരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സവർണവും യാഥാസ്ഥിതികവുമായ എല്ലാത്തരം സമകാലിക സാഹിത്യത്തിലും മോഡേണിസത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. മോഡേണിസത്തിൽ നമ്മുടെ സെക്യുലറിസം മോഡേണിസ്റ്റ് ഒരു നരേറ്റീവാണ് വാസ്തവത്തിൽ. അത്ര എനിക്ക് പറയാനുള്ളൂ. അൻവറിൻ്റെ കവിതകളിലെ ചില അംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ഇപ്പോൾ മഴക്കാലം എന്ന് പറയുന്ന കവിതയിൽ നടുക്കും കഥ നീ അറിഞ്ഞില്ല കുഞ്ഞേ, മണൽക്കാറ്റു താണ്ടി പടിഞ്ഞാട്ടു പോയിട്ടിതേവരെ അച്ഛൻ തിരിച്ചു വന്നില്ല, മറക്കൻ കുരുന്നേ എന്നും. മെഹബൂബ് എക്സ്പ്രസ്സിൽ നാട്ടിൽ വാങ്ങിയ ഒറ്റയാൾ ഫ്ലാറ്റിലേക്ക് മടക്കം, അഖ്ലാഖ് അഖ്ലാഖ് അഖ്ലാഖ്, കറവ പറ്റിയ ഗാവുകളെ വകഞ്ഞ് അറക്കവാൾ പോലെ തെക്കോട്ടു പാഞ്ഞ രാജധാനി എക്സ്പ്രസിൻ്റെ ശബ്ദകാകോളം മോന്തി ദക്ഷിണാമൂർത്തിയായ വല്യാപ്പ രാവെളുക്കോളം ചുടല നൃത്തം ചവിട്ടി, ഞാൻ തന്നെയാടാ മുഹമ്മദ് അഖ്ലാഖ്, നിന്റെ നാടോടി വല്യാപ്പ എന്നും. ഒരു ഉച്ചനേരത്തിൽ എന്ന കവിതയിൽ അമ്പുവിനോട് ഉറങ്ങാനും തൊട്ടിലിനോട് ആടാനും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി. ധും, ടെറസിൽ ഒരു തേങ്ങ വീണു, കോരിത്തരിച്ചു പോയി ഞങ്ങളുടെ വീട് എന്നും. വീട് അലമാര എന്ന കവിതയും ഇനിയും പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന കവിതയിൽ വീട്ടിൽ ഏകാന്തത എന്ന സഖിയുമായി കവി കഴിയുന്നതും, ഈ ഗാന്ധി തൊടൽമാല എന്ന
വരാൻ പോകുന്ന കവിതാ സമാഹാരത്തിൻ്റെ സമർപ്പണ വാക്യമായ എല്ലാ ഉമ്മമാർക്കും എന്നതുമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു ചോദ്യം. വീട് വിട്ടൊരു പ്രതിരോധം കവിയുടെ നാട്ടിലില്ലേ? വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യം. എനിക്ക് ഗോലക്ഷം പറയുമ്പോഴാണ് കവിതയിൽ ഇത്രയും വീടൊക്കെ ഉണ്ടെന്നുള്ളത്. ഈ ഒരുപക്ഷെ ഞാൻ വളരെ വ്യക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ നേറ്റിവിറ്റിയെ കുറിച്ചുള്ള വലിയ ഒബ്സഷൻ ഉള്ള ആളാണ്. കാര്യം എനിക്ക് അങ്ങനെ ഗ്രാമമില്ല, നാടില്ല, എനിക്കൊരു അവാർഡ് കിട്ടിയ സ്വീകരണം തരാനൊരു ക്ലബില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അവാർഡൊക്കെ കിട്ടുമ്പോൾ അവർക്കൊക്കെ നാട്ടിൽ സ്വീകരണം കൊടുക്കും. ഞാൻ അറിയട്ടെ, എനിക്ക് ഇത്തരം പരിപാടിക്കൊന്നും ആരുമില്ല. കാര്യം ഞാൻ ചെറുകിട പട്ടണങ്ങളിൽ വളർന്ന ഒരാളാണ്. അതിൻ്റെ ഗുണവുമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും ഒരു ഒബ്സഷനായിട്ട്, അപ്പം ഞാൻ വീട്ടിന് പുറത്ത് ജീവിക്കുന്ന ഒരാളുമാണ്, കഴിയുന്നതും വീട്ടിൻ്റെ അകത്ത് കയറാത്ത ഒരാൾ. അതുകൊണ്ടായിരിക്കും ആ ആബ്സെൻസ് ആയിരിക്കും ഒരുപക്ഷെ വീടിനെ കുറിച്ചിട്ടുള്ള ഒരു ആത്മനിന്ദയെന്ന് നോക്കുക. ഞാൻ സ്വയം വിലയിരുത്തി നോക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ശരിയാണോ നീ പറയുന്നത്. അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഗോലക്ഷം പറയുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്, വീട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഏഷ്യൻ സംഭവം കാണും കേട്ടോ. നമ്മൾ ഭയങ്കര ട്രോപ്പിക്കലായ മനുഷ്യർ വീട് പ്രവാസത്തെക്കാൾ കൂടുതൽ വീട് ഒബ്സസ്ഡായ ഒരു ജനതയാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതൊരു വളരെ ആന്ത്രോപോളജിസ്റ്റ് പോലെ ആലോചിക്കട്ടെ. എനിക്ക് അതിനൊക്കെ അത്ര പറയാനുള്ളത്. 2012 അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ് എഴുതിയത്. അതിന് 15 വർഷങ്ങൾക്ക് മുൻപാണ് ഏകാന്തതയുടെ 50 വർഷങ്ങൾ എഴുതിയത്. 2019 തിരിച്ചറി കാർഡ് എന്ന അതിശക്തമായ പ്രതിരോധ കവിത എഴുതിയത്. അടുത്ത കാലത്ത് ഗാന്ധി തൊടൽ മാല എഴുതി. തിരിച്ചറി കാർഡ് എന്ന ചെറിയ കവിത മാത്രം ഞാൻ അതൊന്ന് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വായിക്കാം. പേജ് 73. മുഹമ്മദ് ദാർവീഷിൻ്റെ, അൻവർ ആദ്യം തന്നെ ദാർവീഷിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മുഹമ്മദ് ദാർവീഷിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന കവിതയുടെ തുടരെഴുത്താണ് ഇത്. എഴുതി വയ്ക്ക്, എൻ്റെ പേര് അലി. തൊഴിൽ വാക്കുകെട്ടൽ, ആധാർ ഇല്ല, മക്കൾ ധാരാളം, മിക്കവരും സർവകലാശാലകളിലോ ജയിലിലോ ആണ്. എന്തേ മനം പിരട്ടൽ തോന്നുന്നുണ്ടോ? എഴുതി വയ്ക്ക, എൻ്റെ പേര് അലി. 2:45 മേത്ത എന്ന് കൂട്ടുകാർ വിളിക്കുമായിരുന്നു. പാടങ്ങളുടെയും പുലയരുടെയും കരയ്ക്ക് നായന്മാർ ഉപേക്ഷിച്ച കുട്ടിയമ്പലത്തോട് ചേർന്ന ചായ്പിലാണ് വളർന്നത്. 30 ജുസുവും കമ്മു മാനിഫെസ്റ്റോയും ഓതിയിട്ടുണ്ട്. ശിവരാത്രിക്ക് കാവ് തീണ്ടിയിരുന്നു, അമാവാസിക്ക് കവിതയും. എന്തേ പേടിയാകുന്നുണ്ടോ? എഴുതി വയ്ക്ക്, എൻ്റെ പേര് അലി. ഉമ്മയും വാപ്പയും നാടും വീടും തിരുവിതാംകോട്, അവിഭക്ത ഇന്ത്യയിൽ ഇല്ലായിരുന്നിടം, കാശ്മീരും ബംഗാളും പഞ്ചാബും പോലെ വെട്ടിമുറിക്കാത്തിടം. എന്തേ രജിസ്റ്ററിൽ പേരില്ലെന്നോ? വേണ്ട, മരിച്ച രാജ്യത്ത് കബറടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര നാളായി, എത്ര വർഷങ്ങളായി അൻവർ അലി ശാന്തമായി ഒന്ന് ഉറങ്ങിയിട്ട്? ഈ കവിത എഴുതുന്നത് നമ്മുടെ മറ്റേ സമരമുണ്ടല്ലോ, നമ്മുടെ ആൻറ്റി CAA പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് എഴുതിയ കവിതയാണിത്. ഈ കവിത ഗോലക്ഷം ചോദിച്ചെടുത്ത് ഭയങ്കര രസകരമായ കോയിൻസിഡൻസ് ഉണ്ട്. അതായത് ഈ കവിത എനിക്ക് തോന്നുന്നു ഞാൻ കവിത തിരുത്തി വളരെ കോൺഷ്യസ്ലി തിരുത്തിയൊക്കെ എഴുതുന്ന ഒരാളാണ്, ഒരുപാട് മാറ്റി. ഇത് വാസ്തവത്തിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് ഒരു സ്വപ്നത്തിൽ എഴുതിയ കവിതയാണിത്. അപ്പം നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ സിനിമയൊക്കെ എടുക്കും സ്വപ്നത്തിൽ, എല്ലാ മനുഷ്യനും അല്ലേ. എന്നിട്ട് നമ്മൾ പക്ഷേ രാവിലെ ഇത് മുഴുവൻ മറന്നു പോകും. ഇത് മറക്കും എന്ന് എനിക്ക് തോന്നിയത് കാരണം അപ്പം തന്നെ എണീറ്റിട്ട് സ്വപ്നത്തിൽ തന്നെ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ, നമ്മുടെ ഉത്തരവാദിത്വം വരികയും എണീറ്റിട്ട് ഞാൻ അപ്പം പകർത്തുകയും ചെയ്തതാണ്. എനിക്കൊന്നത് ഒരു വാക്കോ മറ്റോ എൻ്റെ അത് മാറ്റിയിട്ടുള്ളൂ അങ്ങനെ പകർത്തുകയെന്ന്. അപ്പം അതുകൊണ്ട് ഇത് ഉറക്കം ദീർഘകാലമായ ഉറക്കം കെടലല്ല, ഉറക്കത്തിനെ ബ്രേക്ക് ചെയ്തുണ്ടായൊരു കവിതയാണിത്.
എനിക്ക് തോന്നുന്നത് നമ്മുടെ പല ഉറക്കങ്ങളെയും ബ്രേക്ക് ചെയ്താണ് പ്രതിരോധത്തിൻ്റെ സാഹിത്യമൊക്കെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ. അതുകൊണ്ടായിരിക്കും അതൊരു വളരെ ഒരു സിംബോളിക് ജസ്റ്റർ ആയിരിക്കും, പ്രകൃതിയുടെ ഒരു സിംബോളിക് ജസ്റ്റർ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അങ്ങനെ ഉണർന്ന് എണീറ്റ് എഴുതിയ കവിതയാണ്. പിന്നെ ഗോപാൽ ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റായി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ 2010 ശേഷം, പ്രത്യേകിച്ചും രഥയാത്രയ്ക്ക് ശേഷം തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യയിലെ ജനാധിപത്യം, ഇന്ത്യയിലെ അനേകം സമൂഹങ്ങളെ രക്തരൂഷിതമാക്കി തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ മുതലുള്ള പ്രശ്നമാണ് അത്. എൻ്റെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എന്നെ ഒരു പക്ഷേ മറ്റ് പലരെക്കാളും കുറച്ചുകൂടെ തീവ്രമായത് അനുഭവിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ മുസ്ലിം ഐഡൻറ്റിറ്റി ഇല്ലാത്തവരും സെക്കുലറായ ആളുകളും കൺഫ്യൂസ്ഡായ ആളുകൾ എല്ലാവരുടെയും ഉറക്കം കെടുത്തിയിട്ടുള്ളതും നമ്മുടെയൊക്കെ ഉറക്കമായി കെടുന്നുള്ളൂ. പക്ഷേ യു പിയിലും പിന്നെ മറ്റേ നോർത്ത് ഈസ്റ്റിലും ഒക്കെ ആളുകളുടെ ചോരയാണ് ഇല്ലാതാകുന്നത്. നമുക്ക് ഉറക്കം മാത്രമേ കെട്ടുള്ളൂ, അവരുടെ ജീവൻ തന്നെ കെടുകയാണ്. എനിക്കൊന്നത് മണിപ്പൂരാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട, മണിപ്പൂരിലുള്ള മനുഷ്യൻ പറയുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നൈതികമായ വാക്കുകളെന്ന്. നമുക്കൊന്നും അതിനുള്ള യാതൊരു അവകാശവും ഇല്ല. പക്ഷേ നമ്മളൊരു സാക്ഷിയെ പോലെ ദൂരെ ഇരുന്ന് ആ നിലയ്ക്ക് എൻ്റെ ഒന്നും ഉറക്കമില്ലായ്മയ്ക്ക് അത്ര വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അതുള്ള പ്രധാനം തന്നെ ആയിരിക്കും. ഈ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ കുറേ ചോദ്യങ്ങൾ ജമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന്, ഈ നേരത്തെ വീട് വരുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് തീവണ്ടിയാണ് അൻവർ അലിയുടെ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിംബം. മനുഷ്യാരവത്തിൽ പോലും തീവണ്ടിയുടെ ശബ്ദം അൻവർ അലി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രികം എന്ന കവിതയിൽ കണ്ടു നിൽക്കേ അതാ കൊണ്ടിളകുന്ന തീവണ്ടികൾ പോലെ മഹാമനുഷ്യാരവം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഈ തീവണ്ടി അൻവറിൻ്റെ കവിതയിൽ ഒരു വാഹനം മാത്രമല്ല, വാഹനം പോലുമല്ല, മറിച്ച് എന്തൊക്കെയോ ആണ് അതിൻ്റെ ശബ്ദവും കേൾവിയും അത് താണ്ടുന്ന ദൂരവും വേഗവും എല്ലാം. അപ്പോൾ തീവണ്ടി എന്ന ഗതികോർജം എന്തുകൊണ്ടായിരിക്കാം ഈ പ്രതിരോധ കവിതകളിൽ നിരന്തര രൂപകമായി മാറുന്നത്? അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നാഷണലിസത്തിൻ്റെ സിമ്പലായിട്ടാണ് നെഹ്റു പിൻകാലത്ത് തീവണ്ടി വരുന്നത്. അപ്പം അത് തന്നെ നമ്മുടെ നാഷണലിസം ആണല്ലോ ഏറ്റവും വലിയ വില്ലനായി മാറിയിരിക്കുന്നത്. ഒരു സ്യൂഡോ നാഷണലിസം. സ്വാഭാവികമായിട്ടും തീവണ്ടിയും അതിനോടൊപ്പം പരിണമിക്കുന്നുണ്ടാവണം. പിന്നെ മാത്രമല്ല, ലോകത്ത് മുഴുവനും ഈ മനുഷ്യൻ്റെ ഗതികോർജത്തിലുണ്ടായ വലിയ മാറ്റമല്ലേ തീവണ്ടി ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ വളർന്നത് തീവണ്ടിയിലും കൂടെയാണ്. ഞാനൊക്കെ കൊച്ചുനാൾ മുതൽ കേരളത്തിൽ തീവണ്ടിയിൽ വ്യാപകമായി ഓടിയിരുന്നൊരു സ്ഥലമാണ്. എൻ്റെ ഒരുപാട് കവിതകളിലും നമ്മുടെ ഓർമ്മയിൽ മുഴുവനും നമ്മുടെ സ്വപ്നങ്ങളിൽ മുഴുവനും ഉള്ളൊരു വാഹനമാണത്. നമ്മുടെ ഈ പറഞ്ഞ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ് തീവണ്ടി എന്ന് പറയുന്നത്. തീവണ്ടിയില്ല ഇപ്പോഴും നമ്മൾ ധൃതിയൊക്കെ പിടിച്ചിട്ട് ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ആലോചിക്കും ഇത്രയും ധൃതി പിടിക്കാതിരുന്നെങ്കിൽ ട്രെയിനിൽ പോയായിരുന്നു. ഇപ്പോൾ ട്രെയിനിൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഇപ്പോഴും വലിയ സ്വപ്നമാണ് നമുക്ക്. നല്ല ഇന്ത്യ കാണുന്നത് തീവണ്ടി ഇരുന്നുകൊണ്ടാവണം. തീവണ്ടിയാണ് ഇന്ത്യ. അപ്പോൾ അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാവണം. ഏതോ ഒരു പക്ഷിയോട് എന്നൊരു കവിത 1991 അൻവർ അലി എഴുതി. മരങ്ങളിൽ ഇവ നിലവെന്നുമൊഴിഞ്ഞ മരങ്ങളിൽ ഇവൻ ഇലവെന്നുമൊഴിഞ്ഞകലുക തണൽ തിരിഞ്ഞു പോവും പക്ഷി, മനുഷ്യരിൽ ഇവൻ മൃതനെന്ന് നിനച്ചണയുക നിഴൽ ചിറകെഴും പക്ഷി, മരത്തലകളിൽ മഹാധിഷണയായി ഇലവൊടിയുന്നു മറക്കുക പക്ഷി. 1980കളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പോകൂ പ്രിയപ്പെട്ട പക്ഷി കിനാവിൻ്റെ നീലച്ച ചില്ലയിൽ നിന്നും എന്ന് എഴുതിയിരുന്നു. മലയാള കവിതയിൽ കിനാവിൻ്റെ കുപ്പിച്ചില്ലുകൾ വിതറിയ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ദശകത്തിൻ്റെ ചുഴലിക്കാറ്റ് സ്വാധീനത്തെ അൻവർ അലി നിരന്തരമായി പ്രതിരോധിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണോ? ശരിയാണോന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടൂ. പക്ഷേ ഞാൻ ബാലചന്ദ്രൻ്റെ സ്വാധീനം എൻ്റെ കൗമാരത്തെ നമ്മുടെയൊക്കെ കാലത്തെ എല്ലാ കൗമാരങ്ങളും പോലെ തന്നെ ബാലചന്ദ്രൻ്റെ സ്വാധീനം ശരിക്കും ഉണ്ടായിരുന്നു. കാവ്യ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്കും ഉണ്ടായിരുന്നു, കവിത എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഉണ്ടായിരുന്നു. ഞാൻ ബാലചന്ദ്രൻ്റെ ഭൗതികമായി തന്നെ ബാലൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ബാലൻ്റെ കൂടെ ബാലൻ എന്നെക്കാളും 10-12 വയസ്സ് മുതിർന്ന ആളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പൊതു സർക്കിളിൽ ബാലൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ. പക്ഷേ ബാലൻ്റെ കവിത ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബാലൻ്റെ കവിതയുടെ രീതിയിൽ എനിക്ക് മാറണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ എൻ്റെ കവിതയിൽ ബാലൻ്റെ ഒരുതരം ഇമോഷണലി ചാർജ്ഡ് ആയൊരു സാധനമുണ്ട് ബാലൻ്റെ. ആ എലമെൻറ്റ് എൻ്റെ കവിതയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചാർജിൻ്റെ ബാലൻ്റെ പദങ്ങൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ കൗണ്ടറായ നമ്മളിപ്പോൾ